Hello dear students, the next important topic from the second module is Traveling Salesman Problem, TSP. So it's a very important question, frequently asked university question. Here the problem closely related with the question of Hamiltonian circuit. Okay, so this is a problem or this question is related with the Hamiltonian circuit. Here the problem is a salesman is required to visit a number of cities during a trip. Here the distance between the cities is provided and the question is in what order he should travel so as to visit every city precisely once and return to home, that is the starting position, with the minimum mileage traveled, that is the minimum distance covered. Okay, അതായത് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം മീൻസ് ഒരു ട്രാവലിംഗ് സെയിൽസ്മാൻ ഉണ്ട്, ദെൻ ഹീ റിക്വയർഡ് ടു വിസിറ്റ് എ നമ്പർ ഓഫ് സിറ്റീസ്. അയാൾക്ക് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സിറ്റീസ് വിസിറ്റ് ചെയ്യണം. അപ്പോൾ അയാളൊരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന്, അതായത് ഏതെങ്കിലും ഒരു സിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ സിറ്റീസിനെയും ടച്ച് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൺ ടൈം മാത്രമേ ഒരു സിറ്റീനെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, ബട്ട് എല്ലാവരെയും ടച്ച് ചെയ്യണം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ വേണം. സോ നമുക്കറിയാം, നമ്മളൊരിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക, തിരിച്ച് അവിടെ തന്നെ റിട്ടേൺ ചെയ്യുക, എല്ലാ പോയിന്റിലും അറ്റ്ലീസ്റ്റ് വൺ ടച്ച് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തുമായിട്ടായിരിക്കും ഗ്രാഫിക്കലി റിലേറ്റഡ് ആയിട്ടുള്ളത്? ഹിയർ നമ്മൾ സിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വേർട്ടിസസ് ആയിട്ടായിരിക്കും. ദെൻ സിറ്റീസ് തമ്മിലുള്ള ഒരു കണക്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എഡ്ജസ് ആയിട്ടായിരിക്കും. സോ ദ പോയിൻറ്റ് ഹിയർ ഈസ് ദ ട്രാവലിംഗ് സെയിൽസ്മാൻ സ്റ്റാർട്ട് ഫ്രം വൺ സിറ്റി. ആഫ്റ്റർ കവറിംഗ് ഓൾ സിറ്റീസ് എക്സാക്ട്ലി വൺ ടൈം ഹി ഷുഡ് റിട്ടേൺ ബാക്ക് ടു ദ സെയിം സിറ്റി വെർ ഹി സ്റ്റാർട്ട്. ദാറ്റ് ഈസ് നമ്മളൊരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സിറ്റി മീൻസ് വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ സിറ്റീസും വൺ ടൈം ടച്ച് ചെയ്യണം. എക്സാക്ട്ലി വൺ ടൈമേ ടച്ച് ചെയ്യാവും. അതായത് എല്ലാ വേർട്ടക്സും അറ്റ്ലീസ്റ്റ് വൺ ടൈമേ ടച്ച് ചെയ്യാവും. സ്റ്റാർട്ടിംഗ് സിറ്റിയിൽ, അതായത് സ്റ്റാർട്ടിംഗ് വേർട്ടക്സിൽ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യണം. അപ്പോൾ ഇത് ഗ്രാഫിക്കലി നമ്മളിപ്പോൾ പഠിച്ച ഹാമിൽട്ടോണിയൻ സർക്യൂട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് മീൻസ് ഇറ്റ്സ് എ സർക്യൂട്ട് വിച്ച് കണ്ടെയ്ൻസ് ഓൾ വേർട്ടക്സസ് എക്സാക്ട്ലി വൺസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ എയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ട്രാവലിംഗ് സെയിൽസ്മാൻ സ്പെസിഫൈഡ് ആയിട്ടുള്ള എല്ലാ സിറ്റീസും വൺ ടൈം ടച്ച് ചെയ്യണം. അപ്പോൾ ഈ സിറ്റീസിനിടയ്ക്ക്, എല്ലാ സിറ്റീസിനിടയ്ക്കും പാത്ത് കാണും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് അവിടെ റിട്ടേൺ ചെയ്താൽ മാത്രം പോരാ, നമ്മൾ എല്ലാ സിറ്റീസിനിടയ്ക്കും പല പല പാത്ത് കാണും. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു പാത്ത്, മിനിമം ഡിസ്റ്റൻസ് ഉള്ളൊരു പാത്തായിരിക്കണം ഇയാൾ സെലക്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ, വി നീഡ് ടു ഗോ ഫ്രം അവർ കോളേജ് ടു എനി അതർ ലൊക്കേഷൻ. നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ലൊക്കേഷനിലോട്ട് പോകണമെങ്കിൽ മൾട്ടിപ്പിൾ പാത്ത് കാണും. അതിലേറ്റവും ഡിസ്റ്റൻസ് കുറവുള്ള പാത്തായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 പോയിൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ നിന്ന് ദാറ്റ് പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഉള്ള പാത്തായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഉള്ളൊരു പാത്താണ് ചൂസ് ചെയ്യേണ്ടത്. ഡിസ്റ്റൻസ് കിലോമീറ്റേഴ്സ് കുറവുള്ള, ഇവിടെ നമ്മൾ ടൈമല്ല ഉദ്ദേശിക്കുന്നത്, കിലോമീറ്റേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏറ്റവും കിലോമീറ്റേഴ്സ് കുറവുള്ള, ഡിസ്റ്റൻസ് കുറവുള്ള ഒരു പാത്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹിയർ ഇസ് ട്രാവലിംഗ് സെയിൽസ്മാൻ റിക്വയർഡ് ടു വിസിറ്റ് എ നമ്പർ ഓഫ് സിറ്റീസ് ഡ്യൂറിങ് ഹിസ് ട്രിപ്പ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സിറ്റീസ് ഈസ് ഗിവൺ. The problem is in what order should he travel so as to visit every city precisely once and return home with the minimum distance mileage, with the minimum mileage traveled. അപ്പോൾ ഏത് ഓർഡർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ആ ഒരു മിനിമം ഡിസ്റ്റൻസ് വെച്ചിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ ഹിയർ as we already said, the cities are represented using vertices and the roads between the cities is represented using edges. And here നമ്മൾ പറഞ്ഞു മിനിമം ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം നമ്മൾ നോക്കാൻ. ഇപ്പോൾ മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ എഡ്ജുമായിട്ടും റിലേറ്റ് ചെയ്തോട്ട് റിയൽ വാല്യൂ കാണും. ആ റിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ്. സോ എല്ലാ എഡ്ജുമായിട്ടും റിലേറ്റ് ചെയ്തൊരു എഡ്ജ് ഉണ്ടാവുക, എല്ലാ എഡ്ജുമായിട്ടും റിലേറ്റ് ചെയ്തൊരു പോസിറ്റീവ് അല്ലെങ്കിൽ റിയൽ നമ്പർ ഉണ്ടാവുക മീൻസ് അങ്ങനെയുള്ള ഗ്രാഫിനെ, ഒരു എഡ്ജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് റിയൽ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എഡ്ജിനെ നമ്മൾ
വെയ്റ്റഡ് ഗ്രാഫ് എന്നായിരിക്കും, വെയ്റ്റഡ് എഡ്ജ് ആയിരിക്കും. ആ വെയ്റ്റഡ് എഡ്ജുള്ള ഗ്രാഫിനെ നമ്മൾ വെയ്റ്റഡ് ഗ്രാഫ് എന്നായിരിക്കും പറയുന്നത്. സോ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രാഫ് ഒരു വെയ്റ്റഡ് ഗ്രാഫാണ്. So the graph is represented as the cities are represented using vertices and the road between the cities are represented using edges. Here every edge is associated with a real number ei. Such a graph is called a weighted graph and W of ei being the weight of the edge. ഇനി നമ്മളിവിടെ പറഞ്ഞു എല്ലാ സിറ്റീസിനും അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 4 cities ആണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ സിറ്റീസിനും റിമൈനിങ് 3 സിറ്റീസുമായിട്ടും റോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കിവിടെ 4 cities ABCD എന്ന് പറഞ്ഞ 4 സിറ്റീസാണുള്ളതെങ്കിൽ ഫോർ എക്സാമ്പിൾ A B C D. So 4 cities, that is if the cities are represented by vertices, number of vertices equal to 4. അപ്പോൾ എല്ലാ സിറ്റീസിനും ഫോർ എക്സാമ്പിൾ എക്ക് ബി ആയിട്ടും ടി യു ആയിട്ടും സി ആയിട്ടും കണക്ഷൻ ഉണ്ട്, ബിക്ക് എ ആയിട്ടും സി ആയിട്ടും ഡി ആയിട്ടും കണക്ഷൻ ഉണ്ട്, സിക്ക് ബി യു ആയിട്ടും എ യു ആയിട്ടും ഡി യു ആയിട്ടും കണക്ഷൻ ഉണ്ട്. ഡി ഓൾസോ ഹാവിങ് കണക്ഷൻ വിത്ത് ദ അതർ 3 cities ഓർ വേർട്ടിസസ്. അതായത് എല്ലാ വേർട്ടിസിനും ഇടയ്ക്ക് ഒരു എഡ്ജ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ കംപ്ലീറ്റഡ് ഗ്രാഫ് എന്നായിരിക്കും പറയുന്നത്. സോ ഇത് വെയ്റ്റഡ് ഗ്രാഫാണ്, കംപ്ലീറ്റഡ് ഗ്രാഫാണ്. സോ in this problem each of the cities have a road to every other city, that means each of the vertices having a edge in between them, we have a complete weighted graph. Okay, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ വേർട്ടിസിനും അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്ജ് ഉണ്ട്. സോ കംപ്ലീറ്റ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വേർട്ടക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വേർട്ടിസസിലൂടെയും ടച്ച് ചെയ്ത് പല പല പാത്തിൽ കൂടെ തിരിച്ച് ആ വേർട്ടക്സിൽ തന്നെ റീച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ മൾട്ടിപ്പിൾ പാത്ത് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സർക്യൂട്ട്സ് അവിടെ പോസിബിളായി. ദാറ്റ് മീൻസ് ഹിയർ ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് മൾട്ടിപ്പിൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ്. ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറസ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ്. അപ്പോൾ ഒരുപാട് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ട്. നമുക്കിവിടെ ഫോളോ ചെയ്യേണ്ടത് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്. ഒരിടത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എല്ലാ വേർട്ടിസസും അല്ലെങ്കിൽ സിറ്റീസും ടച്ച് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ തിരിച്ചെത്തണം. എക്സാക്ട്ലി 1 ടൈം മാത്രമേ ആ സിറ്റീസിനെ അല്ലെങ്കിൽ വേർട്ടിസസിനെ ടച്ച് ചെയ്യൂ. അതാണ് ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. ഇവിടെ മൾട്ടിപ്പിൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ആ മൾട്ടിപ്പിൾ ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിനെ നമ്മൾ ചൂസ് ചെയ്യണം. ഓർ വി ഹാവ് ടു ചൂസ് ഓർ പിക്ക് എ ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ദാറ്റ് ഹാസ് ദ സ്മോളസ്റ്റ് സം ഓഫ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ദെൻ ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. In the case of a complete graph with n vertices, the number of different Hamiltonian circuits will be n-1 factorial by 2. In a complete graph of n vertices, the number of Hamiltonian circuit number of different Hamiltonian circuits will be n-1 the factorial by 2. ആ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കിവിടെ പ്രോബ്ലം ചോദിക്കുമ്പോൾ ആ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ലുക്ക് ദ നെക്സ്റ്റ് പോയിൻറ്റ്. ദിസ് ഫോളോസ് ഫ്രം ദ ഫാക്ട് ദാറ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം എനി വേർട്ടെക്സ് വി ഹാവ് n-1 എഡ്ജസ് ടു ചൂസ് ഫ്രം ദ ഫസ്റ്റ് വേർട്ടെക്സ്. നമ്മൾ ഏതൊരു വേർട്ടെക്സിൽ അല്ലെങ്കിൽ സിറ്റി, ഇവിടെ പ്രോബ്ലം എന്ന് വെച്ചാൽ സിറ്റി എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, തിരിച്ചവിടെ എത്തണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു വേർട്ടെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ വേർട്ടെക്സിൻ്റെ മുമ്പിൽ n-1 ചോയ്സസ് കാണും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് വേർട്ടെക്സിലോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി n-1 വേർട്ടെക്സ് കാണും ആദ്യത്തെ വേർട്ടെക്സിൽ നിന്ന്. ദെൻ അപ്പോൾ ആ n-1 ചോയ്സസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് വേർട്ടെക്സ് സെക്കൻഡ് വേർട്ടെക്സിലെത്തി. ആൻഡ് ഫ്രം ദ സെക്കൻഡ് വേർട്ടെക്സ് വി ഹാവ് n-2 എഡ്ജസ് ടു സെലക്ട്. സെക്കൻഡ് വേർട്ടെക്സിൽ നിന്ന് നമുക്ക് n-2 ചോയ്സസ് അല്ലെങ്കിൽ എഡ്ജസ് ഉണ്ട്. ദെൻ ആ n-2 എഡ്ജസിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തു, തേർഡ് വേർട്ടെക്സിൽ റീച്ച് ചെയ്തു. ആൻഡ് ഫ്രം ദ തേർഡ് വേർട്ടെക്സ് n-3 എഡ്ജസ് ആർ പോസിബിൾ ടു മൂവ് ഫോർവേഡ്. n-3 എഡ്ജസ് ആർ പോസിബിൾ ടു മൂവ് ഫോർവേഡ്. ഓക്കെ, ആൻഡ് സോ ഓൺ. അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സോ ഫസ്റ്റ് വേർട്ടെക്സിൽ നിന്ന് n-1 ചോയ്സസ് അല്ലെങ്കിൽ എഡ്ജസ് കാണും ഫോർ മൂവിങ് ഫോർവേഡ്. സെക്കൻഡ് വേർട്ടെക്സിൽ നിന്ന് n-2 എഡ്ജസ് പോസിബിളാണ്. തേർഡ് വേർട്ടെക്സിൽ നിന്ന് n-3 എഡ്ജസ് പോസിബിളാണ്. സോ ഇവിടെ ടോട്ടൽ നമുക്ക് നമ്പർ ഓഫ് ചോയ്സസ് എന്ന് പറയുന്നത്
n-1 ചോയ്സസ് ഉണ്ട്. ആ ഓരോ ചോയ്സിനും വീണ്ടും n-2 ചോയ്സസ് ഉണ്ട്. ആ ഓരോ n-2 ചോയ്സസിനും എഗെയിൻ n-3 ചോയ്സസ് ഉണ്ട്. അങ്ങനെ എക്സെട്ര അപ് ടു ഫൈനലി 1 വരും. ആൻഡ് ദിസ് ഈസ് എൻ എക്വേഷൻ ഓഫ് n-1 ഫാക്ടോറിയൽ. ഇതാണ് നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്. നമുക്കിനി ഇവിടെ വേണ്ട നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടാണ്. അതാകുമ്പോൾ ബൈ 2 ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, so here suppose we have n equal to 4. n equal to 4 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 4 വേർട്ടീസസ് അല്ലെങ്കിൽ സിറ്റീസ് ഉണ്ട്. എ, ബി, സി, ഡി. ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ആൻഡ് എല്ലാ ഗ്രാഫിനോടേക്ക്, അതായത് എ എന്ന സിറ്റിയിൽ നിന്ന് ബി ഉള്ള സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി ഡിസ്റ്റൻസ് 10, ദെൻ ഫ്രം സിറ്റി ബി ടു സി 15. അങ്ങനെ എല്ലാത്തുമായിട്ടും റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡിസ്റ്റൻസ് റിയൽ വാല്യൂ കാണും. അതിനെ ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ആണ് ഇവിടെ റിയൽ വാല്യൂ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് എ വെയ്റ്റഡ് ഗ്രാഫ്. എല്ലാ വേർട്ടീസസിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആണ്. സോ കംപ്ലീറ്റ് വെയ്റ്റഡ് ഗ്രാഫ്. ദെൻ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് n-1 ഫാക്ടോറിയലായിരിക്കും. നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേ n-1 ഫാക്ടോറിയൽ ബൈ 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കിപ്പം ഒരിടത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ എയിൽ നിന്നാണ് സപ്പോസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എയിൽ തന്നെ തിരിച്ചെത്തണം. ബി, സി, ഡിനെ ടച്ച് ചെയ്യണം. ഇഷ്ടമുള്ളൊരു പാത്ത് സെലക്ട് ചെയ്യുക വിത്ത് മിനിമം ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ബി, ദെൻ സി, ഡി, റീച്ചസ് എ. ഈ ഒരു പാത്ത് നമുക്ക് ഫോളോ ചെയ്യാം. ഇനി തിരിച്ച് എയിൽ നിന്ന് ഡി, സി, ബി, എ, അതായത് എയിൽ നിന്ന് ബി വഴി സി വഴി ഡിയിലെത്തി എയിലെത്താം. എയിൽ നിന്ന് ഡി, സി, ബി, എ വഴിയും എയിലെത്താം. ലൈക്ക് വൈസ് നെക്സ്റ്റ് ഈസ് എയിൽ നിന്ന് നമ്മൾ സിയിലോട്ട് പോകുന്നു. ഓക്കെ, ദെൻ ഡിയിലോട്ട് പോകുന്നു, ബിയിലോട്ട് പോകുന്നു, തിരിച്ച് എയിലെത്തുന്നു. അതുപോലെ ഇപ്പോൾ പോയത് എയിൽ നിന്ന് നമ്മൾ സിയിലോട്ടാണ്, ദെൻ ഡിയിലോട്ട്, ബിയിലോട്ട്, ഫൈനലി എ. തിരിച്ച് എയിൽ നിന്ന് നമുക്ക് ബിയിലോട്ട് പോയി, ഡിയിലോട്ട് പോയി, സിയിലോട്ട് പോയി, എ തിരിച്ചെത്താം. എയിൽ നിന്ന് നമ്മൾ ബിയിലോട്ട് പോയി, ഡിയിലോട്ട് പോയി, സിയിലോട്ട് പോയി, എ തിരിച്ചെത്താം. ഇപ്പം 4 പാത്തായേ. ഇനി നെക്സ്റ്റ് എയിൽ നിന്ന് ഡി പോയി, ദെൻ ബി പോയി, സി പോയി, എയിൽ തിരിച്ചെത്താം. എയിൽ നിന്ന് ഡി പോയി, ബി പോയി, സി പോയി, എ തിരിച്ചെത്താം. ഓക്കെ, ഇനി എയിൽ നിന്ന് സി പോയി, ബി പോയി, ഡി പോയി, എയിൽ തിരിച്ചെത്താം. ഓക്കെ, ഇനി ഏതെങ്കിലും പാത്തുണ്ടോ? നമ്മളെല്ലാ പാത്തും സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പാത്ത് എന്ന് പറയുന്നതും ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 ആയപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്, ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് n-1 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് n-1 മീൻസ് 3 ഫാക്ടോറിയൽ, ദാറ്റ് ഈസ് 6. ഓക്കെ, ഇനി നമുക്ക് ഈ പാത്തും സെയിം ആണ്, ഈ പാത്തും സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും ഇല്ലേ? നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലും ദെൻ ഈ ഡയറക്ഷനിൽ പോയാലും സെയിം തന്നെയായിരിക്കും ഡിസ്റ്റൻസ്. എല്ലാ സിറ്റീസിൻ്റെ ടച്ചും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. സോ നമുക്കിതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നിനെ സെലക്ട് ചെയ്താൽ മതി. സപ്പോസ് ദിസ്. ഇനി നമ്മൾ ഈ ഒരു ഡയറക്ഷനിൽ പോയാലും ദെൻ ഈ ഡയറക്ഷനിൽ പോയാലും ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. അതിലൊരാളെ മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ ഈ ഡയറക്ഷനിൽ പോയാലും ഡിസ്റ്റൻസ് സെയിം തന്നെ, അതിൽ ഒരാളെ സെലക്ട് ചെയ്താൽ മതി. സോ ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? ഡിവൈഡഡ് ബൈ 2. അതാണ് നമ്മൾ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഇക്വേഷനിൽ n-1 ദ ഹോൾ ഫാക്ടോറിയൽ ബൈ 2 എന്ന് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ടോട്ടൽ n-1 ഫാക്ടോറിയൽ സർക്യൂട്ട്സ് കിട്ടും. ബട്ട് അതിൽ ഒരു സർക്യൂട്ട്സ് തന്നെ അതേ സെയിം പാത്തിൽ
ഡിസ്റ്റൻസിൽ 2 തവണ വരും. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഹോൾ നമ്പർ ഓഫ് സർക്യൂട്ട്സ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ വെച്ച് കാണിച്ചത്. ഇനി ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. സപ്പോസ് ദിസ് ഈസ് ദ ഗ്രാഫ് എ ബി സി ടി. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വേർട്ടെക്സിൽ നിന്ന് നമുക്ക് ഏതൊക്കെ വഴി പോവാം? ബിയിലോട്ട് പോവാം, സിയിലോട്ടും പോവാം, ഡിയിലോട്ടും പോവാം, ഇല്ലേ? അപ്പോൾ ടോട്ടൽ ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആയിരുന്നു. 3 ചോയ്സസ് ആണ് ഫ്രം എ. ഫസ്റ്റ് വേർട്ടെക്സിൽ നിന്ന് 3 എഡ്ജസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു എഡ്ജസ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതായത് എന്നിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ ഫസ്റ്റ് വേർട്ടെക്സിൽ നിന്ന് n-1 ചോയ്സസ് ഉണ്ട്. n-1 മീൻസ് 3. ഇനി ബിയിലെത്തി, എയിൽ നിന്ന് ബിയിലെത്തിക്കഴിഞ്ഞാൽ, അതായത് എയിൽ നിന്ന് ബിയിലെത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എങ്ങോട്ടൊക്കെ പോവാം? ഡിയിലോട്ടോ അല്ലെങ്കിൽ സിയിലോട്ടോ പോവാം. അതായത് ബിയിലെത്തിക്കഴിഞ്ഞാൽ സിയിലോട്ടോ അല്ലെങ്കിൽ ഡിയിലോട്ടോ പോവാം. അതുപോലെ നമ്മൾ എയിൽ നിന്ന് സിയിലാണ് എത്തുന്നതെങ്കിൽ നമുക്ക് ഡി അല്ലെങ്കിൽ ബി, ഡി അല്ലെങ്കിൽ ബി. അതുപോലെ എയിൽ നിന്ന് നമ്മൾ ഡിയിലാണ് എത്തുന്നതെങ്കിലും ബി അല്ലെങ്കിൽ സി, ബി അല്ലെങ്കിൽ സി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേർട്ടെക്സിൽ നിന്ന് വി ഹാവ് 3 ചോയ്സസ്, ദാറ്റ് ഈസ് n-1 ചോയ്സസ്. ദെൻ അതിലേതെങ്കിലും ഒരു ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ളത്, ആദ്യം 3 ചോയ്സസ് ആയിരുന്നു, അതിലേതെങ്കിലും ഒരു ചോയ്സ് നമ്മൾ സെലക്ട് ചെയ്ത് പിന്നുള്ളത് 2 ചോയ്സസ് ആണ്. അതായത് n-2. n-2 മീൻസ് എത്രയാണ്? ഡെന്നിൻ്റെ വാല്യൂ 4 ആണ്. 2 ചോയ്സസ്. ഇനി നമ്മൾ ഇപ്പം ഫസ്റ്റ് എയിൽ നിന്ന് ബിയിലെത്തി, ദെൻ ബിയിൽ നിന്ന് സിയിലെത്തിയെങ്കിൽ തിരിച്ചെവിടെ ആയിരിക്കും എത്തുന്നത്? ഡി. ഈ കേസിൽ സി, ഈ കേസിൽ ബി, ദെൻ ഡി, സി, ബി. സോ ഫസ്റ്റ് വേർട്ടെക്സിൽ നിന്ന് നമുക്ക് 3 ചോയ്സസ് ഉണ്ടായിരുന്നു, സെക്കൻഡ് വേർട്ടെക്സിൽ നിന്ന് 2 ചോയ്സസ് ഉണ്ടായിരുന്നു, തേർഡ് വേർട്ടെക്സിൽ നിന്ന് നമുക്ക് ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഒരു ചോയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് n-3, എന്നിൻ്റെ വാല്യൂ 4, 4 - 3 1 ചോയ്സ് മാത്രമേ ഉള്ളൂ. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ നിന്ന് എല്ലാവരും എവിടോട്ടായിരിക്കും എത്തുന്നത്? എയിലോട്ടായിരിക്കും എത്തുന്നത്. സോ ഇവിടെ ദ നമ്പർ ഓഫ് ചോയ്സസ് വിൽ ബി n-1. ആ ഓരോ -1നും n-2, ദാറ്റ് ഈസ് ഇൻറ്റു n-2. ദെൻ ഓരോ n-2നും n-3 ചോയ്സസ്, ദാറ്റ് ഈസ് ഇൻറ്റു n-3 എക്സെട്ര. സോ ഇതിന് നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് n-3 n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 ഇൻറ്റു n-4. So finally reaches up to 1. This is equal to n-1 the whole factorial. അതിൽ നമുക്ക് ചില സർക്യൂട്ട്സ് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ദാറ്റ് മീൻസ് ഏത് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാലും നമുക്ക് സെയിം ഡിസ്റ്റൻസ് വരുന്ന കേസിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. സോ ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടിയത് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അല്ലാതെ നമുക്ക് എക്സാമിന് ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം എഴുതിയിരുന്നാൽ മതി. Okay. So the total number of different Hamiltonian circuits in a complete graph of n vertices is n-1 the whole factorial by 2. This follows from the fact that from the starting vertex we have n-1 edges to choose. Then from the second vertex we have n-2 edges to choose. And from the third vertex we have n-3 edges to choose, and so on. Thus we have n-1 factorial possible number of choices. Total ഇത്രയും number of choices ഉണ്ട്. This number is divided by 2 because each Hamiltonian circuit has been counted twice. ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് തന്നെ നമുക്ക് 2 രീതിയിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഡയറക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ, പക്ഷേ ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് മതി എന്നുണ്ട് ഡിവൈഡഡ് ബൈ 2. So theoretically we can say that the problem of traveling salesman can also be solved by enumerating all n-1 factorial by 2 Hamiltonian circuits. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് നമുക്ക് എത്ര ഹാമിൽട്ടോണിയൻ സർക്യൂട്ട്സ് ഉണ്ടോ
ബൈ 2 നമ്പർ ഓഫ് ചോയ്സസും നമ്മൾ വരച്ച് നോക്കണം. അതിൽ ഏതാണോ മിനിമം ഡിസ്റ്റൻസ് അതിനെ നമ്മൾ പിക്കപ്പ് ചെയ്യണം. സോ ഹിയർ then we have to calculate the distance traveled in each and then picking up the shortest one. And this is the traveling salesman problem. Okay, so this problem is related with the Hamiltonian circuit. Here the problem is the salesman needed to visit each of the specified cities exactly once and return to the same starting position, and he should cover every cities exactly one time and return to the starting point with a minimum distance traveled. Here the cities are represented by vertices and the edges or the roads between the cities are represented by edges, and every edge is associated with a real value, that is the distance, and so it is called a complete weighted graph. And every city is having a connection with every other cities through a road, that is every vertices have making a edge with every other vertices, so it is a complete graph and it is a weighted graph. And we can find numerous Hamiltonian circuits in it. The number of Hamiltonian circuits will be n-1 factorial. The number of different Hamiltonian circuits will be n-1 factorial by 2. Okay, so here we have to find all the n-1 by 2, n-1 factorial by 2 Hamiltonian circuits, and we have to pick the Hamiltonian circuits with the shortest distance. Thus the problem can be solved. Okay, thank you.